അതുപോലെ ഈ ചേലക്കരയിൽ കഴിഞ്ഞ തവണ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ 12,000 വോട്ടിന്. അപ്പൊ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു തെളിവാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് UDFന് അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം. അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് അവകാശപ്പെടാം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? 5000 വോട്ടല്ലേ ഭൂരിപക്ഷം? ഏറ്റവും വലിയ ജനകീയ അംഗീകാരമുള്ള രാധാകൃഷ്ണൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? 2020 അതിപ്പോൾ സമീപകാലം നടന്ന തെരഞ്ഞെടുപ്പല്ലേ? അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചല്ലോ. അങ്ങനെ കുറഞ്ഞത് ഇതിനുള്ള പ്രശ്നമാണെങ്കിൽ വർദ്ധിച്ചത് അതിൻ്റെ അംഗീകാരമായിട്ട് കാണണ്ടേ? ഞാൻ ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിനാണുള്ള ഉത്തരമാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നത്. ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിച്ചോ, ആ വിമർശനങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം, വിമർശിക്കാം. സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, കാരണം അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു അന്നൊരു നേതാവല്ല, കുടുംബനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരാൾ കുടുംബനെ വരുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഇതെല്ലാം തിരിച്ചടിയായി. സരിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടി അല്ല എന്ന് മാത്രമല്ല, സരിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയാണ്. വരാൻ പോകുന്ന ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ സരിനുണ്ടാകും. അതിനനുസരിച്ചുള്ള നിലപാട് അദ്ദേഹം എടുക്കും. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സരിൻ മുൻപന്തിയിലുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിശ്ചയമായിട്ടും സരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിക്കും. സരിൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സരിൻ്റെ വോട്ട് വർദ്ധിച്ചിട്ട്, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ. ഇതാണ് നില. അതുകൊണ്ട് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാകേണ്ടതില്ല. സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്കൊരു പശുവും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അഭിപ്രായം. പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? ഞങ്ങൾ എടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ, ഞങ്ങൾ അടവുപരമായി എടുത്തിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും പശകുണ്ടോ? അതൊക്കെ നിങ്ങൾ വിമർശിച്ചോ. അതെന്തെങ്കിലും ഞങ്ങളെടുത്ത നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ പാലക്കാടിൻ്റെ അന്തരീക്ഷത്തിൽ സരിൻ തന്നെയായിരുന്നു ഉചിതമായ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷങ്ങളുടെ അഭിപ്രായം, CPMൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് മറിച്ചൊരു നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ CPMനെ സംബന്ധിച്ചിടത്തോളമോ ഉയർന്നു വരുന്നില്ല. സരിൻ ശരിയായ സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷവും ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് കിട്ടി. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു. BJP ഒരു തരത്തും പ്രതീക്ഷിച്ചൊരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെങ്ങനെയാണ്? അല്ല, BJPന്റെ പരാജയത്തിന് സന്തോഷം തന്നെയുള്ളത്. BJPയുടെ പരാജയം BJP ഒരു തരത്തിലും ഉയർന്നു വരട്ടെ. ഇവിടെ നേമം മണ്ഡലത്തിൽ BJP എങ്ങനെയാണ് ജയിച്ചത്? UDFന്റെ സഹായത്തോടുകൂടിയല്ലേ അന്ന് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്ഥാനാർത്ഥിയെ പിന്നെ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയല്ലേ? തിരുവനന്തപുരത്തുണ്ടായ രാഷ്ട്രീയ നിലപാടല്ലേ അത്? അപ്പോൾ ഈ BJP രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ദുർബലപ്പെടുത്തുന്ന ചില വർഗീയ നിലപാടുകൾ UDFുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രശ്നം. ആ വിമർശനം ഭാവിയിൽ ഞങ്ങൾ ഉയർത്തും. എന്നിട്ടൊരു ശരിയായ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. കേട്ടുകേൾവി പോട്ടെ, നമുക്ക് അതിൻ്റെ അതൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ? അല്ല, അതൊക്കെ പരിശോധിക്കട്ടെ. നിയമപരമായ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ. നിയമപരമായി നടത്തുന്ന പരിശോധനയിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ആ പ്രശ്നം എടുത്താൽ മതി. ഈ പാലക്കാട് BJPയുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ടോ? അത് പരിശോധിക്കണം. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം. BJPന്റെ വോട്ട്, BJPന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ ഇതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് തന്നെ
ഈ രണ്ട് വർഗീയതയും ഉപയോഗിക്കുന്ന നിലപാട് ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ അനുഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാലക്കാട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. BJPയുടെ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അന്തർധാര എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. അത് പരിശോധിക്കട്ടെ. ഞങ്ങളല്ല, CPM അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് വേണമെങ്കിൽ. ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, BJP വോട്ട് UDF മറിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് വന്നത് സന്തോഷിക്കല്ലേ വേണ്ടത്? അതിപ്പോ ആർക്കും അറിഞ്ഞാലും അതിലൊരു അല്ല, അത് എന്താണ് പരാമർശം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. CPMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഞാൻ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഭരണത്തിന് വിലയിരുത്തലിന് അനുകൂലമാണല്ലോ ഈ വിധി. അതല്ലേ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അതല്ലേ. കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് AICC സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു, ചേലക്കര മണ്ഡലം തോൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് തോറ്റെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ ജനവിധിയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ബോധ്യമില്ലേ? ചേലക്കരയുടെ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്ന നിലപാട് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ തന്നെ. എന്താ സംശയം? ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ ഈ അവരുടെ വിജയത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. കേരളത്തിൽ UDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന കാര്യങ്ങൾ, BJP ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അതിന് കേരളത്തിലെ മാധ്യമ സമൂഹം എത്രത്തോളം പ്രചരണം കൊടുക്കുന്നുണ്ട്? ഈ പ്രചരണം രണ്ടാം പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ മാധ്യമങ്ങളുടെ ഈ സംഘടിതമായ പ്രചാരവേല നടക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ സ്വാധീനം ചെലുത്തുമല്ലോ. അങ്ങനെയുള്ള ഒരു പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സാഹചര്യം അതുകൊണ്ട് തോൽക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതാണ് എല്ലാത്തിനെയും വിജയത്തെയൊക്കെ ആശ്രയിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരമൊരു നീക്കവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഭാവിയിലും അത്തരം പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നല്ല സഹകരണത്തോടു കൂടി തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം.